ഡോക്ടർ മോഹൻ വർഗീസ്. അദ്ദേഹം നമ്മളോടൊപ്പം ഈ വിഷയവുമായി സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഈ വിഷയം മുന്നിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം ആളുകൾക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ചൈനയുടെ ഇടപെടലാണോ അമേരിക്കയുടെ ഇടപെടലാണോ ഉണ്ടായിരിക്കുന്നത്, ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് ഏറ്റവും ആദ്യം അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നുവെന്ന്. തീർച്ചയായും ചൈനയുടെ ഇടപെടൽ സ്ഥിരീകരിക്കത്തക്ക യാതൊരു വിവരവും ഇപ്പോൾ ലഭ്യമല്ല. ഇന്ത്യയുടെ ഇടപെടലും ഒരു കേവലം മാധ്യമ സൃഷ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ പ്രഥമ ദൃഷ്ടിയ നേപ്പാളിൽ സംഭവിച്ചത് ഒരു സ്പൊറാഡിക് അല്ലെങ്കിൽ അനോമിക് ഫിനോമിനാണ്. ഈ ഒരു ചെറിയ രീതിയിലുള്ള നിപ്പോട്ടിസം, വലിയ രീതിയിലുള്ള അഴിമതി, ഇതെല്ലാം കൊണ്ട് ഒരു ജെൻസി, ജനറേഷൻ നെക്സ്റ്റ് എന്ന് പറയുന്ന യുവജന വിഭാഗം, അവർക്കൊരു നേപ്പാളിനൊരു ഭാവിയില്ല എന്ന കണ്ടെത്തലിൽ നിന്നുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങാൻ തീരുമാനിച്ചത്. അതിനൊരു കാറ്റലിസ്റ്റായി മാറിയത് സോഷ്യൽ മീഡിയ നിരോധനമാണ്. ഇതാണ് അതിന്റെ ഒരു സാമാന്യ ചിത്രം. പക്ഷെ ഓൺ സെക്കൻഡ് തോട്ട് അങ്ങനെ സംഭവിക്കാമോ? ഇവിടെയാണ് ചോദ്യം ഇരിക്കുന്നത്. ഇവിടെയാണ് ഇതിന്റെ ട്വിസ്റ്റ്. നിരന്തരം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ 2022 ശ്രീലങ്കയിൽ, 2023 പാകിസ്ഥാനിൽ, 2024 ബംഗ്ലാദേശിൽ, ഇപ്പോൾ ഇതാ സമാനമായ സാഹചര്യത്തിൽ നേപ്പാളിലും സമാനമായ യുവജനങ്ങൾ തെരുവിലിറങ്ങുകയും രാജകൊട്ടാരങ്ങളും അല്ലെങ്കിൽ പ്രഭുഭവനങ്ങളും, രാജകൊട്ടാരങ്ങൾ അവിടെ ഇല്ല, മറിച്ച് ഈ പ്രസിഡൻഷ്യൽ പാലസ്, പ്രധാനമന്ത്രിയുടെ വസതി, കോടതി സമുച്ചയങ്ങൾ എന്ന് വേണ്ട ഭരണകക്ഷിയുടെ പ്രതിപക്ഷത്തിന്റെയും നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച്, ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കൊള്ളയും കൊള്ളിവെപ്പുമായി ഭരണം ദുസ്സഹമാകുന്ന രീതിയിൽ ജനകീയ പ്രക്ഷോഭം വരികയാണ്. അതിനെ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയോ ഒരു പ്രത്യേക സാമുദായിക സംഘടനയോ ഒന്നും തന്നെ ഇല്ലാതെ സോഷ്യൽ മീഡിയ ഇൻഡ്യൂസ്ഡ് റവല്യൂഷൻ, ഇതൊരു പുതിയ പ്രവണതയാണ്. ഇത് ദക്ഷിണേഷ്യയിൽ 4 രാജ്യങ്ങളിൽ ഇത് ഇറങ്ങിയപ്പോൾ ഇതിനകത്തൊരു സമാനത കാണാതെ പോകാനാവില്ല. അതുകൊണ്ടാണ് ബാഹ്യമായ കരങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സന്ദേഹം ഉയരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നേപ്പാളിനെ അസ്ഥിരപ്പെടുത്തുക എന്നതാണോ ലക്ഷ്യം, അതോ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ അടുക്കുന്നു, അവിടെ ബഫർ സോണായി പ്രവർത്തിക്കുന്ന ചൈനയുടെയും ഇന്ത്യയുടെയും മധ്യത്തിൽ ഒരു കുഷ്യനായി, ഒരു ബഫറായി, ഒരു ന്യൂട്രൽ സോണായി പ്രവർത്തിക്കേണ്ട നേപ്പാളിൽ അസ്വസ്ഥത ഉണ്ടായാൽ അത് 2 രാജ്യങ്ങളിലേക്കും അതിന്റെ സ്പിൽ ഓവർ ഇഫക്റ്റ് ഉണ്ടാകും എന്ന ഒരു തിയറി നമുക്ക് ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ച് ജനങ്ങൾ അത് ആയുധമായി കണ്ടുകൊണ്ട് ഭരണകൂടങ്ങൾക്കെതിരെ തിരിയുകയും ആ സംവിധാനം തന്നെ കൊളാപ്സ് ചെയ്യുകയും അങ്ങനെ ആ രാഷ്ട്രീയ വ്യവസ്ഥിതി അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ സിസ്റ്റം, ആ രാജ്യം അസ്ഥിരപ്പെടുകയും ചെയ്യുന്നു എന്ന ഒരു പ്രവണത. ഇത് ആരെങ്കിലും മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുമോ? അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, ദക്ഷിണേഷ്യയിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, പാകിസ്ഥാൻ ഉൾപ്പെടെ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, എല്ലാം ഉൾപ്പെടെ 3-4 രാജ്യങ്ങൾ അസ്വസ്ഥതയാകുമ്പോൾ ഇനി അടുത്ത ഊഴം ഇന്ത്യയിലേക്കാണോ? ഇത് മാത്രമല്ല, ഒരു ഭരണമാറ്റത്തിന് യൂത്തിന് കഴിയും എന്ന് ഭാഗികമായിട്ടെങ്കിലും ഭാരതം തെളിയിച്ചിട്ടുണ്ട്. കാരണം റാലേഗാവൻ സിദ്ധിയിൽ നിന്നൊരു സിദ്ധൻ, അതായത് അണ്ണാ ഹസാരെ ഡൽഹിയിലെത്തി രാംലീല മൈതാനത്ത് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ഓർഗനൈസ് ചെയ്ത അഴിമതി വിരുദ്ധ പ്രക്ഷോഭം അത് കൊടുമ്പിരിക്കൊണ്ടതിന്റെ ബെനിഫിറ്റ് എടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയും ഒക്കെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഒരു അനോമിക് ഫിനോമിനൻ വലിയ രീതിയിൽ ഡിസ്പ്രപ്പോർഷണറ്റ് പ്രൊപ്പോർഷനിലേക്ക് നീങ്ങുകയും അത് ഭരണമാറ്റത്തിന് കലാശിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സിസ്റ്റം കൊളാപ്സ് എന്ന രൂപത്തിലല്ല, തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് ഭരണമാറ്റം ഉണ്ടായത്. പക്ഷെ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത ലക്ഷ്യം ഭാരതമാണോ? ഇത് ന്യായമായ ഒരു സംശയമാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇത് തെരുവിലിറങ്ങുന്ന ജനം ഒരുപക്ഷെ ഈ രീതിയിലല്ല ഇതിനെ വിശകലനം ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയുന്നത് നിപ്പോ ബേബീസ്, അവർക്കെതിരെ. നിപ്പോ ബേബീസ് എന്ന് പറഞ്ഞാൽ നിപ്പോട്ടിസം അഥവാ സ്വജനപക്ഷപാതം, അങ്ങനെ ബെനിഫിറ്റുകൾ കിട്ടുന്ന നിപ്പോ ബേബീസ്, രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെ മക്കൾ, ഭാര്യമാർ, അവരുടെ ബന്ധുക്കൾ, ഇവരെല്ലാം തന്നെ അഴിമതി പണം കൊണ്ടും ധൂർത്തും ധാരാളിത്വം കൊണ്ട് മതിച്ച് മതോന്മത്തരായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതിനെതിരെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക റിയാക്ഷൻ അത് സോഷ്യൽ മീഡിയയിൽ നിന്നും ഇത് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, അവരുടെ വാസസ്ഥാനങ്ങൾ കത്തിക്കുന്നതിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതെല്ലാം കാട്ടുന്നത് ഒരുപക്ഷെ ആയുധം ഏറ്റവും ശക്തമായ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ആയുധം സാമൂഹ്യ മാധ്യമങ്ങളാണ്. അവിടെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ നേപ്പാൾ സർക്കാർ തുനിയുന്നതും. അത് തന്നെ ഒരു ഊഴമായി കണ്ടുകൊണ്ട്, അതിന് ഒരു അവസരമായി കണ്ടുകൊണ്ട് ജനം തെരുവിലിറങ്ങി നിയമം കയ്യിലെടുക്കുന്ന കാഴ്ചയും കണ്ടു. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യം ഇവിടെയാണ്. തുടർന്നോളൂ, അങ്ങ് തുടർന്നോളൂ.
അതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ലോകമാസകലം, ഇവിടെ ഇന്തോനേഷ്യയിൽ ചേഞ്ച് നമ്മൾ കണ്ടു. ഭരണമാറ്റം ഉണ്ടായില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള യുവജന പ്രക്ഷോഭം കണ്ടു. കെനിയയിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം കണ്ടു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചിലതിൽ യുവജന പ്രക്ഷോഭങ്ങൾ കണ്ടു. അങ്ങനെ യുവജനങ്ങൾ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് ഏർപ്പെടുമ്പോൾ പരമ്പരാഗതമായ രാഷ്ട്രീയ കക്ഷികൾക്കും പരമ്പരാഗതമായ പ്രക്രിയകൾക്കും കോട്ടം തട്ടുകയാണ്. ഇതൊരുപക്ഷെ ചില രാജ്യങ്ങളെങ്കിലും, പാശ്ചാത്യ ശക്തികളിൽ ചിലരെങ്കിലും ഇത് ആസ്വദിക്കുന്നുണ്ടാവാം. ഈ മാധ്യമങ്ങളെല്ലാം തന്നെ, ഈ ആപ്പുകളെല്ലാം തന്നെ, ഈ ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, എക്സ് പ്ലാറ്റ്ഫോം ആയിക്കൊള്ളട്ടെ, വാട്സ്ആപ്പ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഒറിജിൻ ആപ്പുകളല്ല. വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനുള്ള, ആശയങ്ങൾ വിനിമയം ചെയ്യപ്പെടാനുള്ള മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങൾ ആരാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്? സ്വാഭാവികമായും ജെൻ ആൽഫ ആൻഡ് ജെൻ സി. ഇതാണ് പുതിയ തലമുറകൾ. അതായത് ഇപ്പോൾ ഒരു 12 വയസ്സ് മുതൽ ഒരുപക്ഷെ ഇന്ന് 40 വയസ്സ് വരെയുള്ള ആ ഒരു തലമുറയാണ്. അപ്പൊ ജെൻ സിയും ജെൻ ആൽഫയും കൈകാര്യം ചെയ്യുന്ന അവരാണ് നാളത്തെ പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കേഴ്സ്. അവരാണ് മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ്. അവരാണ് കൺസ്യൂമേഴ്സ്. അവരാണ് അൾട്ടിമേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ കക്ഷികളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഇതാ രംഗത്ത് വരികയാണ്. അവർക്കൊരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു നേതൃത്വമില്ല. ഇറ്റ്സ് എ ലീഡർ ലെസ് റെവല്യൂഷൻ. അപ്പോൾ 21ാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾ ലീഡർലെസ് റെവല്യൂഷൻ ആകുമ്പോൾ രാജ്യത്തിന് ദിശാബോധം നൽകാനുള്ള നേതൃത്വം ഇവിടെ നിന്ന് വരും. ഇവിടെ ഇപ്പൊ നേപ്പാളിൽ തന്നെ നോക്കൂ. നേപ്പാൾ മേയർ, അപ്പൊ ഒരു അദ്ദേഹമാണ് ഒരു കാൻഡിഡേറ്റായി ഉയർത്തിക്കാട്ടുന്നത്. നേപ്പാൾ മേയർ ചെറുപ്പക്കാരനായ ഒരാളാണ്, നേപ്പാളിലെ കാഠ്മണ്ഡു മേയർ. അദ്ദേഹത്തിന് 35 വയസ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം യുവതലമുറയുടെ ഹാർട്ട് ത്രോബാണ്. അദ്ദേഹത്തിന്റെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിന്റെ പ്രക്ഷോഭത്തിന്റെ തലപ്പത്ത് നിന്നത് ഒരു സ്റ്റുഡന്റ് ലീഡറാണ് എന്നോർക്കണം. ഒരു നൊബേൽ ലോറിയറ്റിനെ പ്രസിഡന്റ് സ്ഥാനത്ത് അല്ലെങ്കിൽ നേതാവിന്റെ സ്ഥാനത്ത് ഇരുത്തിയെങ്കിൽ പോലും ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ്. പക്ഷെ ബംഗ്ലാദേശിന്റെ പ്രക്ഷോഭത്തിൽ നിന്നും നേപ്പാളിന്റെ പ്രക്ഷോഭത്തെ മാറിക്കാണേണ്ടത്, ബംഗ്ലാദേശിന്റെ പ്രക്ഷോഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നേപ്പാൾ പ്രക്ഷോഭത്തിന്റെ പിന്നിൽ അങ്ങനെയുള്ള വ്യക്തമായ ഏതെങ്കിലും സംഘടനയുടെയോ ഏതെങ്കിലും സ്ഥാപിത ഗ്രൂപ്പുകളുടെയോ കരങ്ങൾ ആരോപിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ അമേരിക്കയാണോ, ഏതെങ്കിലും യൂറോപ്യൻ സമൂഹങ്ങളാണോ, അതോ മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ശക്തികളാണോ, അതോ നേപ്പാളിൽ തന്നെയുള്ള ചില സംഘടനകളാണോ, അറിയാൻ പാടില്ല. ഇതിന് ശേഷം വരാൻ പോകുന്ന അരാജകത്വം, ഇപ്പോൾ തന്നെ പൂർണ്ണ അരാജകത്വത്തിലേക്ക് നീങ്ങി. ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു അസ്ഥിരത ഒരു പക്ഷെ മാവോയിസ്റ്റുകൾക്ക്, ഈ തെരഞ്ഞെടുപ്പിൽ പോലും വിശ്വസിക്കാത്ത മാവോയിസ്റ്റുകൾക്ക്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന പ്രചണ്ഡ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അതല്ലാത്ത മാവോയിസ്റ്റുകൾക്ക്, തീവ്ര റാഡിക്കൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ തീവ്ര റാഡിക്കൽ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ ഇനി രാജഭരണം തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കോ മേൽക്കൈ ലഭിക്കുകയും മറ്റൊരു രീതിയിലേക്ക് രാജ്യം പോവുകയും അത് കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്താൽ ഇന്ത്യയുടെ അതിർത്തി മേഖലകൾ അസ്ഥിരമാവുകയാണ്. അതുകൊണ്ടാണ് ആത്യന്തികമായി ഇന്ത്യ ഉൾപ്പെടെ ജാഗരൂകരായിരിക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം സത്യത്തിൽ അതാണ്. മറ്റൊരു കാര്യം, അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം, കാരണം നമുക്കറിയാം നേപ്പാളിൽ ഭരിക്കുന്നത് വളരെ തീവ്രമായിട്ടുള്ള മാവോയിസ്റ്റ് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലുള്ളവരായിരുന്നു. അവരെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ മാവോയിസ്റ്റുകളായിരുന്നു, ആക്രമണങ്ങൾ നടത്തിയവരായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നത്, ഇപ്പോൾ അങ്ങ് അതിനു മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ചുറ്റുവട്ടത്ത് ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ഇങ്ങനെയുള്ള പാകിസ്ഥാന്റെ കാര്യം ഓൾറെഡി നമുക്കറിയാം. ഇങ്ങനെയെല്ലാം അസ്ഥിരമായി കിടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന ഒരു പ്രത്യാഘാതം, അതുമല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്സിൽ നമ്മളുടെ ഒരു സ്ഥാനം, നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതെന്തൊക്കെയാകാനായിരിക്കും സാധ്യത? ജിയോ പൊളിറ്റിക്കലി ഇന്ത്യ ഈസ് ഇൻ എ വെരി വൾണറബിൾ സോൺ. നമുക്ക് അത്ര അനുകൂലമല്ല. ദക്ഷിണേഷ്യയിലെ ഭൗമ രാഷ്ട്രീയം ഭാരതത്തിന് അത്ര അനുകൂലമായ രീതിയിലല്ല കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടായി മുന്നോട്ട് പോയിരിക്കുന്നത്. എക്കാലത്തും ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന ബംഗ്ലാദേശ് ഇന്ത്യയെ സംശയിക്കുന്നു. ഇത് മാത്രമല്ല, ചൈനയുമായി കൂടുതൽ അടുക്കാൻ നേപ്പാൾ ശ്രമിക്കുന്നു എന്ന ഒരു ആക്ഷേപം നിലവിലിരിക്കുന്ന സമയത്താണ് കെ പി ശർമ്മ ഓലി ചൈന സന്ദർശനം, അതായത് SCO മീറ്റിംഗിൽ പങ്കെടുക്കാൻ ചൈനയിൽ പോയതിനു ശേഷം തിരിച്ച് ഭാരതത്തിൽ വന്നിട്ട് തിരിച്ച് നേപ്പാളിലെത്തി. അവിടുന്ന് അടുത്ത ആഴ്ച ഭാരതത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള സമയത്താണ് അദ്ദേഹത്തിന് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച് മാറിപ്പോകേണ്ടി വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ കെ പി ശർമ്മ ഓലി എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വമല്ല, അതൊരു ഭരണവർഗത്തിന്റെ പ്രതീകമായി കാണാം. നോക്കൂ, കഴിഞ്ഞ 17 വർഷം രാജഭരണം മാറിപ്പോയ 2008 ശേഷമുള്ള 17 വർഷത്തിൽ
13 ഗവൺമെന്റുകളാണ് നേപ്പാളിൽ മാറി മാറി വന്നത്. അതുകൊണ്ട് ഭരണസ്ഥിരത പേരിന് പോലും ഇല്ലാത്ത ഒരു രാജ്യത്തെ ഓപ്പർച്യൂണിസ്റ്റിക് അലയൻസുകളാണ്. നേപ്പാളി കോൺഗ്രസിന്റെ നേതാവ്, നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ഇതെല്ലാം ഒരുമിച്ച് കൈകോർക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ സുഹൃത്തായ നേപ്പാളി കോൺഗ്രസ് നേതാവ് ഷേർ ബഹാദൂർ ദൂബെയുണ്ട്. അതുപോലെ മുൻ പ്രധാനമന്ത്രി ഈ പ്രചണ്ഡ ഉണ്ട്. അതുപോലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതും കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, KP ശർമ്മ ഓലി ഉണ്ട്. ഇവരുടെയൊക്കെ ചുറ്റും കറങ്ങുന്ന ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും എല്ലാം തന്നെയാണ്. അവരെല്ലാം കൈകോർത്ത് നിന്നുകൊണ്ടാണ് ഈ ഭരണത്തിന്റെ മറവിൽ വലിയ തീവെട്ടുകൊള്ള അവിടെ നടത്തുന്നത്. ഇതേക്കുറിച്ച് വലിയ രീതിയിൽ ബോധവാന്മാരാണ് നേപ്പാളിലെ ജനസംഖ്യയുടെ ഒരു വിഭാഗമെങ്കിലും. അത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഏതാണ്ട് ഒരു 1.5 കോടിയോളം പേര് വരും. 1,30,00,000 പേരാണ് ഈ സോഷ്യൽ മീഡിയയുടെ ആക്റ്റീവ് ഉപഭോക്താക്കൾ. ഏതാണ്ട് 3 കോടിയോളം ജനം. കേരളത്തിന്റെ ജനസംഖ്യ 3.5 കോടിയാണ്. അതിനേക്കാൾ ലേശം കുറവാണ് നേപ്പാൾ എന്ന രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ. അതിൽ പകുതിയോളം സോഷ്യൽ മീഡിയ സേവി ആളുകളാണ്. ജനസംഖ്യയുടെ 40% ഏതാണ്ട് ഈ ചെറുപ്പക്കാരുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ആളുകളാണ്. അവരാണ് ഹൈപ്പർ ആക്റ്റീവ്. അത് മുന്നോട്ട് പോകാനാവില്ല. ഇനി അങ്ങനെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ജനത വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയി മുന്നോട്ട് പോയാൽ ഭരണകൂടത്തിൽ ഈ വെട്ടിപ്പ് നടത്താൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഭരണകൂടം മർദ്ദനമുറകൾ അഴിച്ചുവിടുകയും അതുപോലെ കർശനമായ നിയന്ത്രണങ്ങൾ, സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു സൂചനയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാമൂഹ്യ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. ഇടയ്ക്കൊക്കെ കാശ്മീരിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വിലക്ക്, അത് പ്രത്യേക സാഹചര്യത്തിലാണ് വിലക്കേർപ്പെടുത്തുന്നു. പക്ഷെ ഭാരതത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ തരംഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുള്ളത് ചൈനയിലും ഇന്ത്യയിലുമാണ്. ജനസംഖ്യയുടെ വർധന കൊണ്ട് മാത്രമല്ല, ഈവൻ അതർവൈസ് പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് ഡേറ്റ അക്കാര്യത്തിൽ ഇന്ത്യ വളരെ മുന്നിലാണ്. ഒരുപക്ഷെ അമേരിക്കയെക്കാൾ മുന്നിൽ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ, സമൂഹത്തിൽ രാജ്യത്തെ ഒരു സംവിധാനം അട്ടിമറിക്കണമെങ്കിൽ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത് സാധിക്കും എന്നതിന്റെ ഏർലി സൂചനയാണ് ചെറിയ ചെറിയ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള അട്ടിമറികൾ. അതുകൊണ്ടാണ് തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാതെ തന്നെ യുവത്വം പലപ്പോഴും ഒരു വലിയ ഒരു പ്രക്രിയയുടെ ഭാഗമായി ചേർന്ന് നിൽക്കാറുണ്ട്. അവരൊരു നല്ല കോസിന് വേണ്ടിയാണ് പൊരുതുന്നത് എങ്കിൽ പോലും ആത്യന്തികമായി രാജ്യത്തിന്റെ ശിഥിലീകരണത്തിന് അത് കാരണമാകുന്നു എന്ന ഒരു നിരീക്ഷണം കൂടി അന്താരാഷ്ട്ര രംഗം നിരീക്ഷിക്കുന്നവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാരതം തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭാരതത്തിലും ഇതുമാതിരിയുള്ള ചേഞ്ചസിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. പക്ഷെ ഭാരതത്തിൽ കുറച്ചുകൂടി സുശക്തമായ രാഷ്ട്രീയ പ്രക്രിയയുണ്ട്, ശക്തരായ രാഷ്ട്രീയ കക്ഷികളുണ്ട്, ഭരണസ്ഥിരതയുണ്ട്. ഭരണസ്ഥിരതയില്ലാത്ത രാജ്യങ്ങളിലാണ്, നേപ്പാൾ പോലെയുള്ള ഇടങ്ങളിൽ ഭരണസ്ഥിരതയില്ല. ഭരണസ്ഥിരത ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന അനിവാര്യമായ ദുരന്തമായി മാത്രം ഇതിനെ കാണാനാവുമോ, അതോ ഭരണസ്ഥിരതയെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളെ വലിയ ഒരു ചേഞ്ചിനുള്ള ഒരു കാറ്റലിസ്റ്റായി ഉപയോഗിക്കാൻ മറ്റ് ശക്തികൾക്ക്, മറഞ്ഞിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ? ഇതെല്ലാം തന്നെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ജാഗരൂകരായിരിക്കേണ്ട സമയം വന്നിരിക്കുന്നു. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നന്ദി.